നിലമ്പൂരിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ കൊടിയേക്കാൾ കൂടുതൽ കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ്. നിലമ്പൂരിൽ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി അഖിലേന്ത്യാ തലത്തിൽ പ്രിയങ്കയ്ക്ക് തിരിച്ചടിയാകില്ലേ? അല്ലാത്ത സമയങ്ങളിൽ പ്രിയങ്ക ഉള്ളപ്പോൾ ആ കൊടി ഒളിപ്പിച്ചു വെക്കുകയാണ് നിർദ്ദേശം. കാരണം നമുക്കറിയാം, ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പച്ചക്കൊടി, പച്ചലുട്, പച്ച പെയിൻ്റ് എല്ലാം അവർ വലിയ രീതിയിൽ പ്രാധാന്യം നൽകുന്നതാണ്. പക്ഷെ ആ കൊടികളാണ് ഈ പ്രിയങ്കയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ഒളിപ്പിച്ചു വയ്ക്കേണ്ട, ചുരുട്ടി പോക്കറ്റിൽ വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത്. പണ്ട് നാം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് 2019 രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടിയാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ഈ വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തുമ്പോൾ വലിയ രീതിയിൽ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ പച്ചക്കൊടി വീശുകയും ആഹ്ലാദം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലെല്ലാം BJP തങ്ങൾക്ക് അനുകൂലമായി മാറ്റുകയും അമേഠിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള പതാക രാഹുലിന്റെ പര്യടനത്തിൽ എന്ന് പറഞ്ഞായിരുന്നു BJP അവിടെ അത് പ്രചരിപ്പിച്ചത്. കാരണം അതെ, കോൺഗ്രസിന്റെ പതാകയോടൊപ്പം ഇപ്പോഴുള്ള രാജ്യദ്രോഹിയായ രാഹുൽ പാക് പതാകയും പ്രകടനം നടത്തുന്നതായിരുന്നു BJPയുടെ പ്രചാരണം. അത് വലിയ രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ബാധിച്ചു. അതിന്റെ തിരിച്ചടി കോൺഗ്രസ് തിരിച്ചറിയുകയും പിന്നീട് 2024 തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇതിന്റെ 1 കിലോമീറ്റർ അകലെ കൂടി പോലും ഈ കൊടിയുമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു തുറന്ന വിലക്ക് തന്നെ കോൺഗ്രസ് നൽകുകയായിരുന്നു. പിന്നീട് നാം കണ്ടത് കോൺഗ്രസിന്റെ കൊടി പോലും വേണ്ടല്ലോ, കാരണം മുസ്ലിം ലീഗാണല്ലോ. ഈ മുസ്ലിം ലീഗിന്റെ വോട്ടില്ലാതെ ഈ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ജയിക്കാൻ കഴിയില്ല. ഏത് പ്രിയങ്കയുടെ മൂക്കായാലും ഇന്ദിരാഗാന്ധിയുടെ മൂക്കായാലും പ്രിയങ്കയ്ക്ക് പോലും വിജയിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. കാരണം ഈ വയനാട് മണ്ഡലം എന്ന് പറയുമ്പോൾ ആകെ വയനാട്ടിലെ 3 മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. പിന്നീട് ഉള്ളത് മലപ്പുറത്തെയും കോഴിക്കോടെയും ഈ ന്യൂനപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അടിത്തറയല്ല, അവിടെ മുസ്ലിം ലീഗിന്റെ അടിത്തറയിലാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വിജയിച്ചു കയറുന്നത്. അത് പക്ഷേ ഈ ഒരു മണ്ഡലം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ മലപ്പുറം മാത്രമല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയ ജനവിഭാഗമുള്ള, അതിൽ അല്ലെ ഹിന്ദു, മുസ്ലിമും ക്രൈസ്തവനുമുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ്. അവിടെ പച്ചക്കൊടി മാത്രമല്ല, പച്ച ലഡു മാത്രമല്ല, അവിടെ എല്ലാ വർണ്ണങ്ങളുമുണ്ട്. അപ്പോൾ ഒരു മതത്തിന് മാത്രം, ഒരു വർണ്ണത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അത് ജനാധിപത്യത്തിനെ വലിയ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ തിരിച്ചറിയുന്ന ജനങ്ങളാണ്. കാരണം അടിയന്തരാവസ്ഥ ഉണ്ടാകുമ്പോഴും തെറ്റ് ചൂണ്ടിക്കാട്ടാൻ ആദ്യം രംഗത്ത് വരുന്നത് ഉത്തരേന്ത്യയിലെ ജനങ്ങളാണല്ലോ. അതുപോലെ തന്നെ ഒരു മതത്തിന് വലിയ രീതിയിൽ പ്രീണനം കൊടുക്കുകയാണെങ്കിൽ, വലിയ പിന്തുണ നൽകുകയാണെങ്കിൽ അതും തിരുത്താനായി ആദ്യം രംഗത്തെത്തുന്നതും ഉത്തരേന്ത്യയിലെ ജനങ്ങളാണ്. ആ തിരിച്ചടി ഉത്തരേന്ത്യയിലെ ജനങ്ങൾ 2019 തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നൽകിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി 2024 ആകുമ്പോൾ ആ കൊടി മറച്ചു വച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ. ആര്യാടൻ ഷൗക്കത്തിനായി ആ മണ്ഡലത്തിലെ തന്നെ MP ആയ പ്രിയങ്ക ഗാന്ധി വരികയും അവിടെ വലിയ രീതിയിൽ റോഡ് ഷോ നടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ചന്തക്കുന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ഈ CPM-ഉമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം അൻവർ ചന്തക്കുന്നിലായിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രകടനം നടത്തുകയും അദ്ദേഹത്തിന്റെ റാലിയും അദ്ദേഹത്തിന്റെ ചില കോരിത്തെരിപ്പിക്കുന്ന വാക്കുകളും അതോടൊപ്പം തന്നെ പിണറായിക്കെതിരെ ആഞ്ഞടിക്കുന്നു. ഒരു കാലത്ത് പിണറായിക്ക് വേണ്ടി ഒരു പോരാളി ഷാജിയായി മാറിയിരുന്ന അൻവറായിരുന്നു പിണറായിക്കെതിരെ പറയുന്നു. അതോടൊപ്പം തന്നെ ശശിക്കെതിരെ പറയുന്നു, പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നു. പിണറായിയുമായി ബന്ധപ്പെട്ട RSS ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആ ചന്തക്കുന്നിലെ ആ റാലിയിലാണ് ഇപ്പോൾ ഈ ലീഗിന്റെ പച്ചക്കൊടിക്ക് വിലക്കുണ്ടായിരിക്കുന്നത്. കാരണം ഈ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആ റോഡ് ഷോയിൽ പങ്കെടുക്കാം, പക്ഷെ പച്ചക്കൊടി മാത്രം ഉയർത്താൻ പാടില്ല. അതിൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ തമാശ. ജനതാദൾ ഉണ്ടല്ലോ, ജനതാദൾ പാർട്ടിയുടെ കൊടി വരെ അവിടെ ഉയർത്താം. പക്ഷേ മുസ്ലിം ലീഗിൽ അവിടുത്തെ മലപ്പുറത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയുടെ കൊടി ഉയർത്താൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഓരോ സൗന്ദര്യവും ലീലാവിലാസങ്ങളും എന്തായാലും വലിയ രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇത്തരം
പ്രവർത്തനങ്ങളിൽ അവരെ വേദനിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി ആദ്യം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കോൺഗ്രസിനായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. തുടക്കം വലിയ രീതിയിലെല്ലാം മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ പിന്നോക്കം പോയിട്ടുണ്ട്. നാം എന്തു പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അൻവറിൻ്റെ സന്ദർശനവും പിന്നീടുണ്ടായ ആ ഒരു കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മരണം, അതിനെ മരണത്തിൽ നിന്നും വോട്ട് പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടപ്പിലാക്കിയിരുന്നുണ്ടല്ലോ. പിന്നീട് പാലക്കാടിന്റെ ഓർമ്മയുമായി തന്നെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പെട്ടിയായി ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. പെട്ടിയുമായി അദ്ദേഹം സഞ്ചരിക്കുകയാണ്. ആരെങ്കിലും പിടിക്കൂ, പഴയ പെട്ടി വിവാദം വരട്ടെ, ഞങ്ങൾ വിജയിക്കട്ടെ എന്ന ഒരു ധാരണയിൽ അദ്ദേഹവും ടീമും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ്. അതിനിടയ്ക്കാണ് ഇത്തരം അനാവശ്യമായി തന്നെ ഈ മുസ്ലിം ലീഗിനെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന, പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആര്യയുടെ ഷൗക്കത്തും ലീഗുമായുള്ള ബന്ധവും നമുക്കറിയാവുന്നതാണ്. പല കാലഘട്ടത്തിലും അവർ തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. പക്ഷെ അച്ഛന് ജയിച്ചു കയറാനുള്ള കഴിവുണ്ടായിരുന്നു. ഏത് മുസ്ലിം ലീഗ് വന്നാലും, ഏത് പാണക്കാട് തങ്ങൾ വന്നാലും ആ നിലമ്പൂരിൽ നിന്നും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന ഒരു ബന്ധം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ബന്ധം ഉണ്ടാക്കി വച്ചിരുന്നാലും ഈ ആര്യാടൻ ഷൗക്കത്തിന് എന്തായാലും ആ മണ്ഡലത്തിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് 2016 അദ്ദേഹം അവിടെ ദയനീയമായി പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് 2021 അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. പക്ഷെ അങ്ങനെ സീറ്റ് നൽകാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഇദ്ദേഹം ചെയ്തതോ ആ പ്രദേശത്തെ സ്ഥാനാർത്ഥിയായ, അല്ലെ അവിടുത്തെ DCC പ്രസിഡന്റായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ദയനീയമായി ഇദ്ദേഹം പരാജയപ്പെടുത്തുകയാണ്. ആ ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ, വീഡിയോ തന്നെ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തെ കൈകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഉയർത്തുന്ന കാരുണ്യവാനും ജനകീയനും ജനങ്ങളോട് അടുപ്പ് സൂക്ഷിക്കുന്ന ഏറ്റവും മികച്ച സംഘാടകനുമായ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ അവഗണിക്കുക, കൈ തട്ടി മാറ്റി പോയിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ അങ്ങനെ അദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ കഴിയുകയാണെങ്കിൽ ആകെ ഒരു കാരണം മാത്രമായിരിക്കും ഉള്ളത്. ഇപ്പോൾ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അത് വലിയ രീതിയിലുണ്ട്. പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അല്ലാതെ സംഘടനാപരമായി നോക്കുകയാണെങ്കിലും പിന്നീട് പണത്തിൻ്റെ കാര്യമായാലും പ്രചരണത്തിൻ്റെ കാര്യമായാലും ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ LDF ആണ്. ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ഇപ്പോൾ അനുകൂലമായിരിക്കുകയും LDFനെ പ്രതിസന്ധിയിലാക്കുന്നതും. കാരണം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം പരിശോധിക്കുമ്പോൾ എന്താണ് തോൽവിയുടെ പ്രധാന കാരണമായി നമുക്ക് കാണാൻ കഴിയുന്ന ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്ന 8 വർഷത്തെ ഭരണ പരാജയങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു 2024 UDF വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. അന്ന് ജനങ്ങൾ വലിയ അംഗീകാരം നൽകിയാണ് വിജയിച്ചു കയറിയത്. പക്ഷെ ആ അംഗീകാരം നൽകി വിജയിച്ചു കയറിയെങ്കിലും അതിനെ സംഘടനാപരമായി മുതലാക്കുവാനോ ആ വിജയങ്ങളെ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുവാനല്ല കോൺഗ്രസ് തയ്യാറായത്. അവിടെ തമ്മിലടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും അടക്കമുള്ളവർ കുറച്ചു നാളുകളായി തന്നെ സ്വപ്നം കാണുകയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം. ആദ്യം അത് നാം കർണാടക മാതൃകയാക്കണം. കർണാടകയിൽ കോൺഗ്രസ് ഇത്തരം വലിയ രീതിയിൽ തമ്മിലടി ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ ഒറ്റക്കെട്ടായി BJPയെ തോൽപ്പിക്കണമെന്ന് രംഗത്തിറങ്ങുകയും അതിനുശേഷം വിജയിച്ചതിന് ശേഷമായിരുന്നു പിന്നീട് നാം അവിടെ തർക്കം കണ്ടത്. സിദ്ധരാമയ്യയും ശിവകുമാറും ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നത്. ആദ്യം വിജയമാണ് പ്രാധാന്യം, അതിനുശേഷമായിരിക്കും ഈ തർക്കം സംഘടിപ്പിക്കാനുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ വിജയിക്ക് മുമ്പ് തന്നെ അവർ വലിയ രീതിയിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ തർക്കത്തിലേക്ക് പോകുന്നത് ആ പാർട്ടിക്ക് തന്നെയായിരിക്കും തിരിച്ചടി. എന്തായാലും ഈ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും അവർ വലിയ രീതിയിൽ തന്നെ അവഗണിക്കുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് പലതവണ ആവർത്തിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഈ VD സതീശൻ പ്രധാന ചുമതലയിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളെ പരമാവധി അവഗണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പഴയ പരിഗണന ലഭിക്കുന്നില്ല എന്നത് ഒരു ഭാഗത്ത് തുറന്നു പറയുന്നു. ആ തുറന്നു പറയുന്ന സമയം തന്നെയാണ് ഇത്തരം അവഗണനകൾ ഉണ്ടാകുന്നത്. ഇതെന്തായാലും ഘടകകക്ഷിക്കുള്ളിൽ ഈ UDFനുള്ളിൽ വലിയ കോലാഹലങ്ങളായിരിക്കും ഉണ്ടാക്കുക.